CPM ഗവൺമെന്റിന്റെ ഏറ്റവും ഒടുവിലത്തെ അഴിമതിയാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയതെന്ന് കെ.സി. വേണുഗോപാൽ. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും. എക്സൈസ് കമ്മീഷണർ നൽകരുതെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ മറികടന്ന് സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു. ക്ലാസിഫിക്കേഷൻ നോക്കാതെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത സർക്കാർ നടപടി കേരളം കണ്ട ഏറ്റവും വലിയ സംഘടിത അഴിമതിയാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇതുപോലെ ബാറുകൾ അനുവദിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പിലേക്ക് നമുക്കറിയാം, സ്പ്രിംഗർ, സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും പുതിയ അക്ഷയപാത്രമായിട്ട് സർക്കാരും CPM കണ്ടിരിക്കുന്നത് ബാറുകളുടെ ഈ ലൈസൻസ് നീട്ടിക്കൊടുക്കലാണ്. ഇത് കൊടിയ അഴിമതിയാണ്. തിരഞ്ഞെടുപ്പിൽ കോടികൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൻ അഴിമതിയാണ് ഈ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും കടുത്ത വഞ്ചനയാണ് ഇത് എന്നുള്ള കാര്യം സംശയമാണ്. 2 വർഷത്തോളമായിട്ട് റീക്ലാസിഫിക്കേഷൻ പരിശോധന നടത്താത്ത ഹോട്ടലുകൾ പോലും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പം മൊത്തം 848 ബാറാണ് കേരളത്തിലുള്ളത്. ഒന്നാം പിണറായി സർക്കാർ 200 അനുവദിച്ചു. രണ്ടാം പിണറായി സർക്കാർ 177 അനുവദിച്ചു. 377 ബാറുകൾ ഈ 10 കൊല്ലക്കാലം കൊണ്ട് മാത്രം അനുവദിച്ചിട്ടുണ്ട്. 377 ബാറുകൾ. എക്സൈസ് വകുപ്പിന്റെ പരിശോധനയിൽ ബാർ ലൈസൻസ് ഉള്ള 200ഓളം ഹോട്ടലുകളാണ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ പുതുക്കിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 23ഓളം ഹോട്ടലുകൾ ക്ലാസിഫിക്കേഷൻ പരിശോധന സഹകരിച്ചതേ ഇല്ല എന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത്. ഇവർക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന നിർദ്ദേശം ജില്ലാ മേധാവികൾക്ക് എക്സൈസ് കമ്മീഷണർ നൽകി.